ഓണപ്പരീക്ഷ തുടങ്ങാറായി അല്ലേ മക്കളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥനം അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഡേ 1 ഒന്നാം ദിവസം ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ആ മോഡൽ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് അറിയിക്കുക. നേരെ ചോദ്യങ്ങളിലേക്ക്. പ്രവർത്തനം 1. പട്ടം പട്ടം. വരയ്ക്കാം, നിറം നൽകാം, എഴുതാം. ചിത്രത്തിൽ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ചിത്രം, ഒരു പട്ടത്തിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ വരയ്ക്കണം, ഒരു നല്ല പട്ടമാക്കി അതിനെ മാറ്റണം. എന്നിട്ടോ നിറം കൊടുക്കണം, എഴുതുകയും വേണം. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ. ഇതിന് നന്നായിട്ട് ചിത്രത്തിൽ മക്കൾക്ക് കാണാം. നന്നായിട്ട് ഒരു ചിത്രം വരയ്ക്കുക, അതിനെന്ത് ചെയ്യുക, കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കാം, മനോഹരമാക്കാം. പട്ടത്തിൻ്റെ വാലൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇത്രയായാലും വരയ്ക്കാം, നിറം നൽകാം എന്നുള്ള പോർഷനായി. ഇനിയോ എഴുതാം എന്നുള്ള ഒന്ന് ബാക്കിയുണ്ട്. അപ്പം ഞാൻ ആര്? എന്താണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം? ഞാൻ ആര്? ആരാണിത്? ഞാനാണ് പട്ടം അല്ലേ. ആരാണ്? പട്ടം. അപ്പം ആ ബോക്സിൽ എന്ത് എഴുതണം? പട്ടം എന്ന് എഴുതണം. പട്ടം എന്ന് എങ്ങനെ എഴുതും? ദാ നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് അതാ, നോക്കിയേ. പട്ടം പട്ടം. പ്രവർത്തനം 1, പ്രവർത്തനം 1, പട്ടം പട്ടം അല്ലേ. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക? ആ ബോക്സിനകത്ത് പട്ടം എന്ന് എഴുതുക. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ 2ാമത്തെ പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. നോക്കിക്കോളൂ. പ്രവർത്തനം 2, ചെടിയും പട്ടവും. അവിടെ നിങ്ങൾക്കൊരു ചെടിയുടെ ചിത്രം കാണാം. ആ ചെടിയിൽ വന്നിട്ട് ആര് കുടുങ്ങിയിട്ടുണ്ട്? പട്ടം വന്ന് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടിയും പട്ടവും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതി പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ചെടി പട്ടത്തോട് ചോദിക്കുകയാണ്, നീ ആരാ? നീ ആരാണ്? അപ്പോൾ പട്ടം എന്ത് പറയണം? പട്ട അതിന് ആൻസർ പറയണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. നീ ആരാ? അപ്പോൾ പട്ടം പറയാണ്, ഞാൻ പട്ടം. ഞാൻ ആരാണ്? പട്ടമാണ്. അടുത്ത ചോദ്യം ചെടി ചോദിക്കുന്നു, നീ എങ്ങനെ ഇവിടെ എത്തി? നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ പട്ടം പറയാണ്, മക്കളെ, കാറ്റിൽ വഴി തെറ്റിപ്പോയി. കാറ്റിൽ വഴി തെറ്റിപ്പോയി. ഈ രീതിയിൽ അതെഴുതി പൂർത്തിയാക്കുക. അപ്പം നീ ആരാ? ഞാൻ പട്ടം. നീ എങ്ങനെ ഇവിടെ എത്തി? കാറ്റിൽ വഴി തെറ്റിപ്പോയി. കിട്ടിയേ? പഠിച്ചേ? അടുത്തത് നോക്കിക്കോ. 3ാമത്തെ പ്രവർത്തനം, പട്ടം കണ്ടത്. പട്ടം ഇങ്ങനെ പറന്നു പോവാണല്ലേ. ഇങ്ങനെ പറന്നു പോകുന്ന സമയത്ത് നമ്മുടെ പട്ടം താഴേക്ക് നോക്കി. അതൊരുപാട് കാഴ്ചകൾ കണ്ടു. എന്തൊക്കെയായിരിക്കും നമ്മുടെ പട്ടം കണ്ടത്? ഈ ചിത്രം നോക്കി എഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ചിത്രം നോക്കിയിട്ട് പട്ടം എന്തൊക്കെ കണ്ടു എന്ന് എഴുതണം. എഴുതി നോക്കാം. മക്കളെ, ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടി ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. പട്ടം താഴേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. പുഴയിൽ നീന്തി രസിക്കുന്ന മീനുകളെ കണ്ടു. ഒത്തിരി മരങ്ങളും പൂക്കളും കണ്ടു. ചീറിപ്പായുന്ന വാഹനങ്ങൾ കണ്ടു. മലകൾ കണ്ടു. വീടുകൾ കണ്ടു. ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ഓരോന്നായിട്ട് എഴുതുക. പുഴ കണ്ടു, പുഴയിൽ മീനുകളെ കണ്ടു, ഒത്തിരി മരങ്ങൾ കണ്ടു, ഒത്തിരി പൂക്കൾ കണ്ടു, വാഹനങ്ങൾ കണ്ടു, മലകൾ കണ്ടു, വീടുകൾ കണ്ടു എന്നിങ്ങനെ ഏതെങ്കിലും 5 എണ്ണം എഴുതി ആ ഭാഗം പൂർത്തിയാക്കുക. ഇതാണ് 3ാമത്തെ പ്രവർത്തനം. എൻ്റെ മക്കൾ പഠിച്ചല്ലോ. ഇനി നോക്കിയേ 4ാമത്തെ പ്രവർത്തനം, തിന്നാം തിന്നാം. എന്താണ്? തിന്നാം തിന്നാം. വരച്ച് ചേർക്കൂ. 1ാമത്തെ ഭാഗത്ത് കുറേ ജീവികളുടെ ചിത്രമുണ്ട് അല്ലേ, കുറേ പക്ഷികളുടെ ചിത്രമുണ്ട്. 2ാമത്തെ ഭാഗത്ത് എന്താ ഉള്ളത്? അതിൻ്റെ ഭക്ഷണമാണുള്ളത്. ഇതിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വരച്ച് യോജിപ്പിക്കണം. ആദ്യത്തത് ആരാണ്? ഒരു നീലപ്പൊന്മാനാണ്. നീലപ്പൊന്മാൻ എന്ത് ഭക്ഷണം കഴിക്കുക? മത്സ്യമല്ലേ കഴിക്കുക, മീനല്ലേ കഴിക്കുക. അപ്പം അതിലേക്ക് വരച്ച് ചേർക്കണം. നമുക്ക് നോക്കാം. ടീച്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നീലപ്പൊന്മാനാണ്. അത് മീനാണ് കഴിക്കുക, അല്ലെങ്കിൽ മത്സ്യമാണ് കഴിക്കുക. അടുത്ത നോക്കിയ കോഴി. കോഴിയമ്മ എന്താ കഴിക്കുക? പുഴുക്കളെയാണ് കൊത്തി തിന്നുക അല്ലേ. അപ്പൊ കോഴിയെ പുഴുവിന്റെ നേരെ വരയ്ക്കണം. അടുത്ത നോക്കിയ പഴം. പഴം ആരാ കഴിക്കുക? തത്തമ്മയാണ് കഴിക്കുക അല്ലേ. തത്തമ്മ എന്ത് കഴിക്കും? പഴം കഴിക്കും. കാരണം നമ്മൾ തത്തമ്മക്ക് കഴിക്കാൻ പഴവും പറങ്കിയൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ തത്തമ്മ പഴം കഴിക്കും.
ലാസ്റ്റ് വൺ അവിടെ അതാ ഒന്നാമത്തെ ചിത്രത്തിൽ എന്തുണ്ട്? ഒരു പൂവുണ്ട്. ആ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന കുരുവിയാണ് ഏറ്റവും ലാസ്റ്റത്തേത്. അപ്പോൾ ലാസ്റ്റത്തെ കുരുവിനെ ഫസ്റ്റത്തെ പൂവിലേക്കും വരച്ച് യോജിപ്പിക്കുക. ടീച്ചർ പറഞ്ഞതുപോലെ തന്നിരിക്കുന്നത് പോലെ. അപ്പോൾ പൊന്മാൻ എന്ത് കഴിക്കുന്നു? മത്സ്യം കഴിക്കുന്നു. കോഴിയമ്മ പുഴുക്കളെ കഴിക്കുന്നു. തത്തമ്മ പഴം കഴിക്കുന്നു. തേൻ കുരുവി തേൻ കുടിക്കും പൂക്കളിൽ നിന്ന്. അത് കൃത്യമായി എന്ത് ചെയ്യുക? വരച്ച് ചേർക്കുക. ഇനി നോക്കുക, കണ്ടെത്തൂ, വട്ടം വരക്കും. നീണ്ട കഴുത്ത്, നീണ്ട കാല്, മീൻ തിന്നും, വെളുത്ത നിറം. ആരാള്? നീണ്ട കഴുത്തുള്ളതാർക്കാ? ഈ തന്നിരിക്കുന്ന ചിത്രത്തില് മൂങ്ങയുടെ ചിത്രമുണ്ട്, കൊക്കിന്റെ ചിത്രമുണ്ട്, നീലപ്പൊന്മാന്റെയും ചിത്രമുണ്ട്. ഇതില് നീണ്ട കഴുത്ത്, നീണ്ട കാല്, മീൻ തിന്നും, വെളുത്ത നിറം. ആരാണത്? കൊക്കമ്മാവനാണല്ലേ. അപ്പൊ കൊക്കമ്മാവന് ചുറ്റും എന്ത് ചെയ്യണം? ഒരു വട്ടം വരക്കണം. അപ്പൊ കണ്ടെത്തൂ, വട്ടം വരക്കൂ എന്നുള്ളതില് ആൻസർ ഏതാണ്? കൊക്കമ്മാവനാണ്. നീണ്ട കഴുത്ത്, നീണ്ട കാല്, മീൻ തിന്നും, വെളുത്ത നിറം. ഉത്തരം കൊക്ക്. പഠിച്ചല്ലോ. അവസാനത്തെ പ്രവർത്തനത്തിലേക്ക് മക്കളെ. പ്രവർത്തനം 5. മക്കളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പൊ 5ാമത്തെ പ്രവർത്തനമാണ് പൂക്കളിൽ എത്തുന്നവർ അല്ലെങ്കിൽ പൂവിലെത്തുന്നവർ. മക്കളെ നിങ്ങൾക്ക് അവിടെ ഒരു പൂവിന്റെ ചിത്രം കാണാം. ചുറ്റും ഒരുപാട് ജീവികളെയും കാണാം. തേനീച്ചയുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്, പൂമ്പാറ്റയുണ്ട്, തേൻ കുരുവിയുണ്ട്, മൂങ്ങയുണ്ട്, ഉറുമ്പുണ്ട്, വണ്ടുണ്ട്. അപ്പൊ ഇത്രയും ജീവികളുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ജീവികളെ എന്ത് ചെയ്യണം? കൃത്യമായി ആരൊക്കെയാണ് പൂവിലേക്ക് വരുന്നത്, ആ പൂവിലെത്തുന്നവരിലേക്ക് എന്ത് ചെയ്യണം? വരച്ച് ചേർക്കണം. നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ? തേനീച്ചനെ നോക്കിയേ മക്കളെ. തേനീച്ച പൂവിലേക്ക് പോവില്ലേ? തേൻ കുടിക്കാൻ പോവില്ലേ? പോകും. അപ്പൊ തേനീച്ചയെ എന്ത് ചെയ്യണം? പൂവിലേക്ക് വരക്കണം. മക്കളെ കോഴിയും താറാവും പോവോ തേൻ കുടിക്കാൻ? പൂവിലേക്ക് പോവോ? ഇല്ല. അപ്പൊ പൂവിലേക്ക് താറാവിനെയും കോഴിയെയും വരയ്ക്കേണ്ടതില്ല. വണ്ടോ? വണ്ട് പോവില്ലേ പൂവിലേക്ക്? പോകും. അപ്പൊ വണ്ടിനെ പൂവിലേക്ക് വരക്കണം. ഉറുമ്പോ? ഉറുമ്പും പോവും പൂവിലേക്ക്. കാരണം പൂവിൽ തേനുണ്ടാവും, അത് കുടിക്കാൻ ഉറുമ്പും പോകും. അപ്പോൾ ഉറുമ്പിനെയും പൂവിലേക്ക് വരയ്ക്കേണ്ടതാണ്. തേൻകുരുവി, തേൻകുരുവി പോവൂലേ? നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ തേൻകുരുവിയും പോയിട്ട് പൂക്കളിൽ നിന്ന് തേൻ കുടിക്കും. അപ്പൊ തേൻകുരുവിനും എങ്ങോട്ട് വരക്കണം? പൂക്കളിലേക്ക് വരക്കണം. അടുത്ത ആളെ നോക്കിയേ, പൂമ്പാറ്റ. പൂമ്പാറ്റയെ നമുക്കറിയാം, പൂമ്പാറ്റ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നു എന്ന്. അപ്പോൾ പൂമ്പാറ്റയെയും എന്ത് ചെയ്യണം? പൂക്കളിലേക്ക് വരക്കണം. അപ്പോൾ തേനീച്ച, പൂമ്പാറ്റ, തേൻകുരുവി, ഉറുമ്പ്, വണ്ട് എന്നിവർ പൂവിലെത്തുന്നവരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? പൂവിലേക്ക് വരച്ച് യോജിപ്പിക്കണം. ഇത്രയുമാണ് മക്കളെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ 5 പ്രവർത്തനമാണ് ഡിസ്കസ് ചെയ്തത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണിത്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് എക്സാമൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എൻ്റെ മക്കളെ നന്നായിട്ട് പഠിക്കുക, എക്സാം നല്ല രീതിയിൽ എഴുതുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.